പ്രിയപ്പെട്ടവരെ, ശാലോം ടി വി ഒരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ അനേകം എഴുത്തുകൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പരിശുദ്ധ അമ്മയെപ്പറ്റിയുള്ള വിവിധ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളതിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ശാലോമിലേക്ക് എഴുതി ചോദിക്കാവുന്നതാണ്. പല സംശയങ്ങളിലും ഞങ്ങൾ കണ്ടെത്തിയത് ജപമാലയെപ്പറ്റി കൂടുതലായി വിശദീകരണം തരണം, എന്താണ് ജപമാലയെന്നും എന്താണ് അതിൻ്റെ അർത്ഥമെന്തും എന്തുകൊണ്ടത് നാം ചെല്ലുന്നു എന്നതിനെപ്പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ട് പല എഴുത്തുകളും കാണുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ കുടുംബത്തിൽ നാം ചെല്ലുന്ന ആ ജപമാലയെപ്പറ്റിയാണ്. എത്രമാത്രം ഇത് കത്തോലിക്ക ജീവിതത്തിൽ തന്നെ ഒരു ഭാഗമായി മാറി. നാം കണ്ടു കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിശുദ്ധ അമ്മ നമ്മുടെ മാതൃകയാണ്, നമ്മുടെ അമ്മയാണ്, സഭയുടെ അമ്മയാണ്. മാതൃക എന്ന് പറഞ്ഞപ്പോൾ അവിടെ നാം കണ്ടത് വിശ്വാസത്തിൻ്റെ മാതൃക, വിനയത്തിൻ്റെ മാതൃക, അനുസരണത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, പരസ്നേഹത്തിൻ്റെ. ഈ മാതൃക അവസാനമായി നാം വീണ്ടും മേരിയിൽ ദർശിക്കുമ്പോൾ സ്ലീഹന്മാരോടുമൊത്ത് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന അമ്മയുടെ മാതൃകയെ നാം കണ്ടു. വാസ്തവത്തിൽ ജപമാല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ന് ശിഷ്യന്മാരെല്ലാവരും സെഹിയോൻ മാളികയിൽ വെച്ച് അമ്മയുമൊത്ത് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നത് പോലെ നാം വ്യക്തിപരമായും കുടുംബത്തിലും സമൂഹത്തിലും ജപമാല ചെല്ലുമ്പോൾ അമ്മയോടൊത്ത് മുഴുകിയിരിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അമ്മയോടൊപ്പം. കാരണം എവിടെ ജപമാല ചെല്ലുന്നോ അവിടെ മേരിയുടെ സാന്നിധ്യമുണ്ട്. മേരി നമ്മളോടൊപ്പം ഒത്തു ചെല്ലുന്നുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാണ് ഫാത്തിമയിൽ മേരി വെളിപ്പെടുത്തിയ ആ വലിയ രഹസ്യവും ഇത് തന്നെയായിരുന്നു. നിങ്ങൾ ജപമാല ചെല്ലുവൻ. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, എങ്ങനെ ഈ ജപമാല നമ്മുടെ സഭയിലേക്ക് കടന്നു വന്നു? ആരംഭകാലത്തൊന്നും ഇതില്ലല്ലോ. ആദിമ സഭയിലൊന്നും ജപമാല ചെല്ലിയതായിട്ട് നമുക്ക് കാണുന്നില്ല. എന്നാൽ പരിശുദ്ധ അമ്മയെപ്പറ്റിയുള്ള വിവിധ പ്രാർത്ഥനകളും സങ്കീർത്തന രൂപത്തിലുള്ള ഗാനങ്ങളും നാം കാണുന്നുണ്ട് സഭയുടെ പാരമ്പര്യത്തിൽ. 12ാം നൂറ്റാണ്ടോടു കൂടിയാണ് ജപമാലയുടെ ഉത്ഭവം വരുന്നത്. ഇതിൻ്റെ അർത്ഥം തന്നെ നോക്കുക, ജപങ്ങളുടെ മാല. കൊന്ത എന്നത് സ്പാനിഷ് വേർഡാണ്, ശബ്ദമാണ് എണ്ണുന്ന പ്രാർത്ഥനയാണ്. എന്താണ് ജപത്തിൻ്റെ? അത് ഇംഗ്ലീഷിൽ റോസറി റോസപുഷ്പങ്ങളുടെ ഒരു മാലയാണ്. അതായത് പ്രാർത്ഥനയാകുന്ന റോസപുഷ്പങ്ങൾ നമ്മൾ ഒന്നിച്ച് കോർത്ത് നമ്മുടെ അമ്മയ്ക്ക് നൽകുന്ന ഒരു സ്നേഹ സമ്മാനമാണ് ജപമാല. നൂറ്റാണ്ടുകളെടുത്തു ഇന്നത്തെ രീതിയിലേക്ക് ഇത് വരുവാൻ വേണ്ടി. അതായത് സന്യാസികൾ പലർക്കും വായിക്കാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് സങ്കീർത്തനം ചെല്ലുക അവർക്ക് ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ അവർ ആ സങ്കീർത്തനത്തിൻ്റെ മാതൃകയിൽ പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന ആരംഭിക്കുകയാണ്. അതാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന ആ ജപം ആരംഭിക്കുന്നത്. നാം നേരത്തെ 153 മണി ജപമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു രഹസ്യം കൂടെ കൂട്ടിച്ചേർത്തു. സന്തോഷത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, പ്രകാശത്തിൻ്റെ, അതുപോലെ തന്നെ മഹിമയുടെ രഹസ്യം. ഇതിൽ കൂടെ നാം ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ ദിവ്യ രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്, ക്രിസ്തു രഹസ്യത്തിലേക്ക്. എന്താണ് ക്രിസ്തു രഹസ്യം? യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ പരസ്യജീവിതം, യേശുവിൻ്റെ മരണം, ഉത്ഥാനം. അതുകൊണ്ട് ജപമാല എന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ്. മാതാവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ദൈവവചനത്തിൽ പ്രചോദിതരായി നാം ചെയ്യുന്ന ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ് ജപമാല. നമുക്കത് എടുത്തു നോക്കുമ്പോൾ കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് ആരംഭിക്കുന്നത്? സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ചുകൊണ്ട്. ഈ സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ചുകൊണ്ട് അപ്പോൾ അതൊരു സമൂഹ പ്രാർത്ഥനയാണ്, യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്.
ആ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ നാം ആരംഭിക്കുന്ന ജപമാല ഇതാ നമ്മൾ ചെന്നെത്തുന്നത് മേരിക്ക് ദൈവദൂതൻ കൊടുക്കുന്ന സന്ദേശത്തിലൂടെയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. വചനമാണ്, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ആ വചനത്തെ നാം സ്വീകരിച്ച് അത് നമ്മൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അതാണ് ജപമാല. അപ്പോൾ വചനാധിഷ്ഠിതമാണ്, വചനപ്രേരിതമാണ്, വചനത്താൽ നാം പ്രചോദിതരാണ്. അവിടെ നമ്മുടെ പ്രാർത്ഥനയും കൂടെ നാം ഒന്നിച്ചു ചേർക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് യേശു നമ്മളോട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും, അന്വേഷിക്കുവിൻ കണ്ടെത്തും. യേശു മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, 6-ാം അധ്യായത്തിൽ. ഒന്നെടുത്തൊന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. ഈ വചനഭാഗം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുകയാണ് വെച്ചാ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിപരമായി പ്രാർത്ഥിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ പോരെ? ജപമാലയിൽ നാം ഒരേ പ്രാർത്ഥനയാണ് പല ആവർത്തി പറയുന്നത്. അതുമൂലം നമുക്ക് ഒരു വിരസതയും അതിഭാഷണമായി തോന്നുകയും ചെയ്യും. ഇതൊന്ന് വിശദീകരിച്ചു തരുമോ? മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിലെ 7-8 വചനമാണ് വായിച്ചത്. അതിൽ പറയുന്നത് രഹസ്യമായി വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്, അതേപ്പറ്റിയാണ്. എന്നാൽ അതേ തുടർന്ന് തന്നെ യേശുനാഥൻ പ്രാർത്ഥിക്കുന്നുണ്ട്. യേശു നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. നമുക്കറിയാം പ്രാർത്ഥനയെപ്പറ്റി യേശു ഈ 2 രീതിയിൽ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന് രഹസ്യമായി വ്യക്തിപരമായി പ്രാർത്ഥിക്കുക. രണ്ടാമത് നിങ്ങൾ പ്രകാരം പ്രാർത്ഥിക്കും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമ്മൾ ഒരു സമൂഹമാണ്, നമ്മൾ ഒരു കൂട്ടായ്മയാണ്, നമ്മളൊരു കുടുംബമാണ്. അപ്പോൾ ഈ കൂട്ടായ്മയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ യേശു ആവശ്യപ്പെടുന്നു. വ്യക്തിപരമായ പ്രാർത്ഥന. ഇനി എന്തുകൊണ്ടത് ആവർത്തിക്കുന്നു? ഇതാണല്ലോ ചോദിക്കുന്ന ചോദ്യം. ഒന്നാമത്തെ കാര്യം ഞാൻ മുമ്പ് നിങ്ങളോട് ഞാൻ പറയുകയുണ്ടായി, നന്മ നിറഞ്ഞ മറിയമേ എന്ന ആ പ്രാർത്ഥന വചനാധിഷ്ഠിതമാണ്. വചനമാണത്, വചനം. അത് മാലാഖ മേരിയോട് പറഞ്ഞ ആ വചനത്തെ എടുക്കുന്നു. പിന്നീട് എലിസബത്ത് മേരിയെ വിളിക്കുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എന്നെ സന്ദർശിക്കുവാൻ എനിക്കെങ്ങനെ ഭാഗ്യമുണ്ടായി, തമ്പുരാൻ്റെ അമ്മേ. എന്നിട്ട് യേശു നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് നൽകും. പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രാർത്ഥിക്കണമേ. അതായത് നമ്മൾ അവിടെ വചനത്തെ എടുത്തുകൊണ്ട് യേശുവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ഏറ്റവും ശക്തിപൂർവമായൊരു പ്രാർത്ഥനയാണ്. ഇനി നമുക്കറിയാം എന്തുകൊണ്ട് നമ്മളിത് ആവർത്തിക്കുന്നു. വചനം ജീവനാണ് യേശു പറഞ്ഞിട്ടുണ്ട്. വചനം സത്യമാണ് യേശു പറഞ്ഞിട്ടുണ്ട്. യേശു പറയുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഓരോ തവണയും നമ്മൾ വചനം വായിക്കുമ്പോഴും ഹൃദ്യസ്ഥമാക്കുമ്പോഴും നമ്മൾ ജീവൻ പ്രാപിക്കുകയാണ്, നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യം. അപ്പോൾ ആത്മാർത്ഥമായി ഓരോ തവണ ഈ വചന പ്രാർത്ഥന നാം ചെല്ലുമ്പോൾ നമ്മളിലേക്ക്, നമ്മുടെ ഓരോ സെല്ലിലേക്കും ദൈവിക ജീവൻ കടന്നു വരികയാണ്. അതെത്രമാത്രം റിപ്പീറ്റ് ചെയ്യുമോ അത്രമാത്രം ദൈവിക ജീവനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അത്രമാത്രം നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു, അത്രമാത്രം നാം ജീവൻ പ്രാപിക്കുന്നു. ഇതാണ് നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ ആ വലിയ ശക്തി. ഇതുകൊണ്ടാണ് സഭയിൽ തന്നെ നിലനിന്നിരുന്ന ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. സങ്കീർത്തനം തന്നെ പലതവണ ആവർത്തിക്കും തോറും അത് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പ്രത്യേകിച്ച് ജപമാല അത് ധ്യാനാത്മകമായ പ്രാർത്ഥനയാണ്. ധ്യാനിക്കുന്നു, അതോടൊപ്പം തന്നെ
നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും ഇതിനകത്ത് പങ്കുചേരുകയാണ്. ശ്രവിക്കുന്നു, നമ്മൾ ശബ്ദത്തിലൂടെ നമ്മുടെ പ്രാർത്ഥന ഉരുവിടുന്നു, നാം ദർശിക്കുന്നു. സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ ഒരു ജപമാല ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രവും നമ്മുടെ മുമ്പിലുണ്ടാകും. അത് നമ്മളെ ആ അമ്മയിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ നമ്മുടെ കണ്ണുകളും കാതുകളും നാവും ഇതിന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എത്രമാത്രം നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുവോ, എത്രമാത്രം നമ്മളിതിനെ ആവർത്തിക്കുന്നുവോ, അത്രമാത്രം ദൈവിക ജീവനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്, അല്ലാതെ ഇത് ആവർത്തനമല്ല. മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. എന്താണ് ആവർത്തനം? ഒരേ പ്രവൃത്തി ഒരേ സമയത്ത് ചെയ്യുമ്പോഴാണ് അത് ആവർത്തനം വരുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സൈക്കിൾ വീല് നിങ്ങൾ ഒരു റോഡിലിടുക, അത് കറക്കുന്നു. അത് ആവർത്തനമാണ്. ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ഒരേ രീതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതേ സൈക്കിൾ വീല് ഒരു സൈക്കിളിൽ ഘടിപ്പിച്ച് നിങ്ങൾ ഓടിക്കുക, അത് ആവർത്തനമല്ല. ഓരോ നിമിഷവും ആ സൈക്കിൾ വീല് പുതിയ സ്ഥലം, പുതിയ സമയം, പുതിയ ദൂരം താണ്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവവചനം ഓരോ നിമിഷവും പുതിയ അർത്ഥത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം വചനം നമ്മളെ സ്വതന്ത്രരാക്കുന്നു, വചനം നമുക്ക് ജീവൻ നൽകുന്നു. അത് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അധരങ്ങളിലും പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇതാ ഈ ജപമാല എന്തിനു വേണ്ടിയിട്ട്? ഈ ജപമാലയിൽ ഈ മണി 10 നന്മ നിറഞ്ഞ മറിയമേ എണ്ണുവാൻ വേണ്ടിയിട്ടാണോ? അതൊരു ഫങ്ഷൻ മാത്രമേ ആകുന്നുള്ളൂ. ശരിക്കും നമ്മൾ ജപമാല എടുത്ത് ചെല്ലുമ്പോൾ നമ്മളുടെ ഈ വിരലുകളും നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. നാം മുട്ടുമേൽ നിൽക്കുമ്പോൾ നമ്മുടെ മുട്ടുകളും പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ അധരങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വരുന്ന ആ ശബ്ദം, ഇവിടെ ശബ്ദം പുറപ്പെടുവിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ജപമാല ചെല്ലുമ്പോൾ ജപമാല കയ്യിലുണ്ടായിരിക്കണം. എങ്കിലേ അതിൻ്റെ പൂർണ്ണത കൈവരികയുള്ളൂ. മറ്റു രീതിയിൽ നമുക്ക് എണ്ണാമായിരുന്നു. കമ്പ്യൂട്ടർ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ ഒരു റോസറി കമ്പ്യൂട്ടർ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ഇന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ വിശ്വാസികൾ ഉപയോഗിച്ച ജപമാലയാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഇത് എൻ്റെ ഈ വിരലുകളുടെയും പ്രാർത്ഥനയാണ്. അപ്പോഴാണ് അത് തന്നെ മാത്രവുമല്ല, ഒരു ജപമാല കയ്യിലെടുക്കുമ്പോൾ നമുക്കൊരിക്കലും ഇത് ആവർത്തനമായിട്ട് തോന്നുകയില്ല. ഇതില്ലാത്തപ്പോഴാണ് ആവർത്തനമായിട്ട് വരുന്നത്. അതുകൊണ്ട് ജപമാല അത് 50 പ്രാവശ്യമാകാം, 150 പ്രാവശ്യമാകാം, 1000 പ്രാവശ്യമാകാം. നന്മ മറിയമേ ചെല്ലുമ്പോൾ അത് ആവർത്തനമല്ല, ദൈവവചനത്തിൻ്റെ നമ്മളിലേക്കുള്ള പ്രവേശനമാണ്. അതാണ് ജപമാല നമ്മെ സഹായിക്കുന്നത്. പാദ്രപ്പിയോ ഒരു ദിവസം 40 പ്രാവശ്യമെങ്കിലും ഒരു കൊന്ത ജപിക്കുമായിരുന്നു. അങ്ങനെ എത്രയോ വിശുദ്ധർ, അവർക്കൊരിക്കലും വിരസത അനുഭവപ്പെട്ടിട്ടില്ല. പിന്നീട് ഇതിനകത്തെ പ്രാർത്ഥന തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ യാചന ഞാൻ പറഞ്ഞല്ലോ വചനാധിഷ്ഠിതമാണ്, വചനമാണ്. രണ്ടാമത്തേത് നമ്മുടെ യാചനയാണ്. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. ഈ പ്രാർത്ഥന 18-ാം നൂറ്റാണ്ടിൽ കൂട്ടിച്ചേർത്തതാണ്. കാരണം ആ കാലത്ത് യൂറോപ്പിൽ വലിയൊരു വസന്ത പിടിപെട്ടിരുന്നു. ജനങ്ങൾ മരിച്ചുകൊണ്ടിരുന്നു. അവസാനം ജനങ്ങൾ ഒന്നിച്ചുകൂടി അവർ ജപമാല ആരംഭിച്ചു. അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥനയും കൂട്ടിച്ചേർത്തു. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. കാരണം മരിക്കുകയാണ് ജനങ്ങൾ. പിന്നീടത് സഭ തന്നെ അതിനെ അംഗീകരിച്ചു. കാരണം നാം എല്ലാവരും നമ്മുടെ തീർത്ഥയാത്ര ചെന്നെത്തുന്നത് മരണത്തിലാണ്. ആ മരണം എന്നത് നിത്യജീവനിലേക്കുള്ള കവാടമാണ്. ആ കവാടത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ സ്വർഗീയ അമ്മയുടെ സഹായം ഇന്നേ നമ്മൾ അപേക്ഷിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു നന്മ നിറഞ്ഞ മറിയത്വവും ഫലമില്ലാതെയായി പോവുകയില്ല. നമ്മൾ ഒരു മരണത്തിനുള്ള സന്തോഷപൂർവമായ ഒരു ഒരുക്കം കൂടിയാണ് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിലൂടെ ജപമാലയുടെ നടത്തുന്നത്. ജപമാല എന്നത് യാന്ത്രികമായ ഒരു പ്രാർത്ഥനയല്ല. അതിന് ഹൃദ്യമായ ഒരു ഋതമുണ്ട്, അതിന് സ്ഥായിയായ ഒരു പ്രശാന്തതയുണ്ട്, കർത്താവിൻ്റെ ജീവിത രഹസ്യത്തെപ്പറ്റിയുള്ള ധ്യാനമുണ്ട്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ജപമാല എന്ന് പറയുന്നത്. ആ ഋതത്തിൽ
ആ ശാന്തതയിൽ, ആ ധ്യാനത്തിൽ നമ്മൾ കടന്നു പോകണം. നമുക്കറിയാം, ധ്യാനം എന്ന് പറയുമ്പോൾ 3 കാര്യമാണ് അതിന് വരുന്നത്: ശ്രവണം, ഗ്രഹണം, മനനം. ശ്രവണം എന്നത് വചനത്തെ നമ്മൾ ശ്രവിക്കുന്നു. ആ ശ്രവിച്ച ശേഷം അത് നമ്മൾ ഗ്രഹിക്കുന്നു, ഗ്രഹണം. ആ ഗ്രഹിച്ചതിൻ്റെ ഫലമാണ് മനനം. അതവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ഇതുകൊണ്ടാണ് പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ടല്ലോ, ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രകാശിതമല്ലെങ്കിൽ നമുക്ക് യേശുവിനെ കർത്താവ് എന്ന് വിളിക്കാൻ സാധിക്കുകയില്ല. ഇതുപോലെ തന്നെ ആത്മാവിൻ്റെ ശക്തിയില്ലെങ്കിൽ നമുക്ക് മറിയത്തെ നന്മ നിറഞ്ഞ മറിയമേ എന്ന് വിളിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ ശ്രവണം, ഗ്രഹണം ആൻഡ് മനനം, ഇത് 3ഉം ഒന്നിച്ച് ചേരുമ്പോൾ അത് ജപമാലയുടെ ഭാഗമായി തീരുന്നു. അതുകൊണ്ടാണ് തിരുസഭയിൽ എക്കാലവും മരിയ ഭക്തിയിൽ 1ാം സ്ഥാനം കൊടുത്തിരുന്നത് ജപമാലയ്ക്കാണ്. അത് 6-ാം പൗലോസ് മാർപ്പാപ്പായും വളരെ വ്യക്തമായി അതേപ്പറ്റി തൻ്റെ ഒരു ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട്. തിരുസഭയിലെ ഏറ്റവും സുപ്രധാനമായ മരിയ ഭക്തിയുടെ ആ പ്രാർത്ഥന ജപമാല തന്നെ ആണെന്ന് മാർപ്പാപ്പയാണ് ഇതിനെ വളരെയധികം പ്രഘോഷിക്കുകയും ലോകം മുഴുവൻ പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി എല്ലാവരും ചെല്ലുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്തത്. മരിച്ചുപോയ ജോൺ പോൾ II ഇതുപോലെ തന്നെ ജപമാലയുടെ ഒരു ഭക്തനായിരുന്നു. ജപമാലയിൽ തൻ്റെ ശക്തി മുഴുവൻ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അച്ഛൻ പറയുകയുണ്ടായല്ലോ, മാതാവിനോടുള്ള ഭക്താഭ്യാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊന്ത നമസ്കാരമാണ് എന്ന്. ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭയിൽ നൊവേനകളുണ്ട്, ലതീഞ്ഞുകളുണ്ട്, പിന്നെ മാതാവിനോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ മറ്റ് പല ഭക്തികളുമുണ്ട്. എന്നാൽ ഈ ജപമാലയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ പറഞ്ഞല്ലോ, ജപമാലയുടെ ഉത്ഭവം തന്നെ വളരെ ലളിതമായ രീതിയിൽ ആരംഭിച്ചു. പിന്നീടത് ഓരോ കുടുംബത്തിലേക്കും കടന്നു ചെന്നു. എന്തുകൊണ്ട് ജപമാലയ്ക്ക് നമ്മൾ ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു? ഒന്നാമത്തെ കാര്യം, ഇത് വചനാധിഷ്ഠിതമായ പ്രാർത്ഥനയാണ്. രണ്ടാമത്തേത്, നമ്മുടെ ജീവിതത്തെയും ആ ചെറിയ പ്രാർത്ഥനയിൽ തന്നെ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ജീവിതത്തെയും മുഴുവൻ ഏറ്റുപറയുന്നൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആ പ്രാർത്ഥന, കർത്താവിൻ്റെ വചനത്തെ നമ്മൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. മറ്റൊന്ന്, ജപമാലയെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ വലിയ താത്വികമായ വശങ്ങൾ എടുക്കാതെ നമ്മൾ നോക്കുക. ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ജപമാല എന്നത് വലിയ ധനികരുടെ പ്രാർത്ഥനയാണ്. നിങ്ങൾ ചിരിക്കുന്നുണ്ട്, ധനികരുടെ എന്താണ്? നിങ്ങൾ നോക്കുക, ലോകത്തിൽ എത്ര ധനികരാണെങ്കിലും വിശ്വാസമുള്ള വ്യക്തിയുടെ കയ്യിൽ ഒരു ജപമാല ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ജപമാല പാവപ്പെട്ടവരുടെ പ്രാർത്ഥനയാണ്. എത്ര പാവപ്പെട്ടവരാണെങ്കിലും അവർക്ക് ആശ്രയം അവസാനം ചെന്ന് നിൽക്കുന്നത് ഈ ജപമാലയിലാണ്. അവരുടെ പട്ടിണിയുടെ സമയത്ത്, വേദനയുടെ സമയത്ത് അവർ ആ കൊന്തയിൽ ജപിക്കുമ്പോൾ അവർക്കൊരു ശക്തി ലഭിക്കുന്നു, ഒരു പ്രചോദനം ലഭിക്കുന്നു. ഇനി ജപമാല വലിയ ഇൻ്റലക്ച്വൽസ്, വലിയ ബുദ്ധിമാന്മാരുടെ പ്രാർത്ഥനയാണ്. നാം ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്, സഭയിലെ വലിയ സയൻറ്റിസ്റ്റും ശാസ്ത്രജ്ഞന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും എല്ലാവരും ഈ ജപമാലയിൽ ആശ്രയിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. ഇന്നും ഞാൻ പല ഹോസ്പിറ്റലുകൾ സന്ദർശിക്കുമ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സിൻ്റെ കയ്യിലും കഴുത്തിലും ജപമാലയുണ്ട്. അവരുടെ ഡിഗ്രിയിൽ അപ്പുറമായിട്ട് അവർ ജപമാല എടുക്കുന്നു. അതുപോലെ തന്നെ അത് അജ്ഞരുടെയും വലിയ പ്രാർത്ഥനയാണ്. എഴുതാനും വായിക്കാനും അറിയത്തില്ലാത്തവർക്കും അറിയാവുന്ന ഏക കാര്യം ജപമാല അർപ്പിക്കുവാനാണ്. ഒരു കത്തോലിക്ക വിശ്വാസിയാണെങ്കിൽ അപ്പോൾ അത് അജ്ഞരുടെയും പാവങ്ങളുടെയും. ഇനി നോക്കുക, അത് ആരോഗ്യമുള്ളവരുടെ പ്രാർത്ഥനയാണ്. നമുക്കൊക്കെ ആരോഗ്യമുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ കൊന്തയുണ്ട്, ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരിക, ഒരു കത്തോലിക്കനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കൊന്തയുണ്ടാകും. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടത്തുമ്പോൾ എല്ലാം മാറണം, പക്ഷേ പലരും പറയാറുണ്ട്, ഈ ജപമാല മാത്രം എൻ്റെ കൂടെ ഉണ്ടായിരിക്കുക. എന്താണ് അതിൻ്റെ കാരണം? കാരണം അമ്മ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ശക്തി. പലരും ഞാൻ കാണുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ബസ്സിൽ പോകുമ്പോൾ അവർ ജപമാല ചെല്ലുന്നു. ആ ജപമാല ചെല്ലുമ്പോൾ
ഒരിക്കൽ ഞാനൊരു വ്യക്തിയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ജപമാല ചെല്ലുന്നത്? അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു, ഈ ജപമാല എൻ്റെ കയ്യിലിരിക്കുമ്പോൾ പരിശുദ്ധി അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഈ കയ്യിൽ നിന്നും ഞാൻ ജപമാല മാറ്റുകയില്ല. കാരണം അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ അവസാനം കണ്ണു തെളിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടത് തൻ്റെ കയ്യിലൊരു ജപമാല ഇരിക്കുന്നതായിട്ടാണ്. ആ അമ്മ തന്നെ രക്ഷിച്ചു എന്ന വിശ്വാസം ഇതുപോലെ 100 100 പേർ സാക്ഷ്യം നൽകുന്നുണ്ട്. അപ്പോൾ ജപമാലയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം ഇത് ആർക്കും ചെല്ലാവുന്ന പ്രാർത്ഥനയാണ്, എപ്പോഴും ചെല്ലാവുന്ന പ്രാർത്ഥനയാണ്. രാവും പകലും, രോഗിയായിരിക്കുമ്പോഴും ആരോഗ്യമുള്ളപ്പോഴും, അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിലും നമുക്ക് ശക്തി തരുന്നത് അത് ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഈ ജപമാല ചെല്ലും തോറും നമുക്ക് ക്രിസ്തുവുമായി നമ്മെ കൂടുതൽ അടുപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഇതിനകത്ത് ഓരോ പ്രാർത്ഥനയും ശ്രദ്ധിക്കുക. വാസ്തവത്തിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം തന്നെ ക്രിസ്തു കേന്ദ്രീകൃത ജപമാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, നിൻ്റെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഓരോ തവണയും നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി ജപമാല ചെല്ലുമ്പോൾ യേശുവിലുള്ള നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയുകയും ക്രിസ്തുവാകുന്ന ആ ദിവ്യപ്രകാശത്തെ നാം ജ്വലിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഈ കൊന്തയ്ക്ക് ആരംഭകാലം മുതൽ ഇത്രയും പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇതുപോലെ എബിൻ പറഞ്ഞതുപോലെ നമ്മുടെ സഭയിൽ നൊവേനയുണ്ട്, ലതീഞ്ഞുണ്ട്, ഭക്തി വർദ്ധിക്കുന്ന തരത്തിലുള്ള പല അനുഷ്ഠാനങ്ങളുമുണ്ട്. അവയെല്ലാം സഭ അംഗീകരിക്കുന്നു. അവയെല്ലാം നമ്മെ ദൈവത്തിലേക്കും മാതാവിലേക്കും അടുപ്പിക്കുവാൻ സഹായിക്കുന്നു. പക്ഷേ ഈ ജപമാലയുടെ ഒരു ലാളിത്യമുണ്ട്, ഇതിൻ്റെ ഒരു അഗാധതയുണ്ട്, ഇതിൻ്റെ ഒരു റിതമുണ്ട്, ഒരു ശാന്തതയുണ്ട്. അത് മറ്റൊരിടത്തും കാണാൻ സാധിക്കില്ല. ഇതുകൊണ്ടാണ് മാർപ്പാപ്പമാർ മുതൽ എല്ലാവരും ജപമാലയെ പ്രഘോഷിക്കുന്നതും എല്ലാ കുടുംബത്തിലും ഇത് ചെല്ലുവാൻ പറയുന്നതും. നിങ്ങൾക്കറിയാമല്ലോ, വിശുദ്ധ ഡൊമിനിക്കിനാണ് മാതാവ് ജപമാല നേരിട്ട് നൽകിയെന്നാണ് വിശ്വസിക്കുന്നത്. അന്ന് സഭയിൽ, യൂറോപ്പിലെ ഫ്രാൻസിൽ ഒരു വലിയ പാഷാണ്ഡത, അതായത് സഭയ്ക്കെതിരായ ഒരു വലിയ മൂവ്മെൻറ്റ് നടക്കുകയായിരുന്നു. ഇതിനെതിരെ, സഭയുടെ പഠനത്തിനെതിരായി വലിയൊരു നീക്കം നടന്നപ്പോൾ വിശുദ്ധ ഡൊമിനിക്ക് വഴി മാതാവ് കൊടുത്ത സന്ദേശം ജപമാല ചെല്ലുക. ഈ ജപമാലയ്ക്ക് നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള അഭൂതപൂർവമായ വലിയ ഒരു ശക്തിയുണ്ട്. ഇതുകൊണ്ടാണ് ഒരു മറിയം ത്രേസ്യ തന്നെ പറയുന്നുണ്ട് ഇതേപ്പറ്റി. അതായത് ജപമാല എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് ശത്രുവിനെയും കീഴ്പ്പെടുത്തുവാൻ ഞാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ്. കാരണം മറിയം ത്രേസ്യയ്ക്ക് പൈശാചിക ശക്തിയുടെ വലിയ പീഡനമുണ്ടായിരുന്നു. അപ്പോൾ ആ പൈശാചിക ശക്തിയെ തകർത്തത് ഈ ജപമാലയിലൂടെയാണ്. അപ്പോൾ സഭ അംഗീകരിക്കുന്നു ബാക്കി ഭക്താഭ്യാസങ്ങളെ, എന്നാൽ ഏറ്റവും ലളിതവും അഗാധവുമായ ജപമാലയെ സഭ എന്നും പ്രകീർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പോൾ 6 മാർപ്പാപ്പ ഒരു മരിയ ഭക്തി എന്ന ശ്ലാഘ്യ ലേഖനത്തിലൂടെ ഇതേപ്പറ്റി പറയുന്നുണ്ട്. അതിതാണ്: പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതയായ മറിയം യേശുവിനെ ദേവാലയം സമർപ്പിക്കുന്ന സംഭവത്തിൽ പ്രഥമജാതരെ ദൈവത്തിന് സമർപ്പിക്കണമെന്ന ദിവ്യകൽപ്പനയുടെ നിർവഹണവും ദിവ്യജനനിയുടെ ശുദ്ധീകരണവും ദർശിക്കുന്നു. രക്ഷാകര സംഭവത്തോട് ബന്ധമുള്ള ഒരു ദിവ്യ രഹസ്യമാണ്. ജപമാലയെപ്പറ്റി പറഞ്ഞു വരികയാണ്. എന്നിട്ട് മാർപ്പാപ്പ പറയുന്നുണ്ട്, ഇത് ഓരോ കുടുംബത്തിലും ജപിക്കുവാൻ ചെല്ലുവാനായിട്ട് നിങ്ങൾ ആഹ്വാനം ചെയ്യണം, നിങ്ങൾ പഠിപ്പിക്കണം. അപ്പോൾ ആ കുടുംബത്തിൽ സമാധാനം കൈവരും. അപ്പോൾ സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ ഉപകരണം, ആയുധം, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലളിതമായ ഈ ജപമാലയാണ്. ഇതിലായിരിക്കണം നാം ശക്തി പ്രാപിക്കേണ്ടത്. അച്ഛാ, ലുത്തിനിയ എന്ന് പലരും ചൊല്ലാറില്ല. അത് ജപമാലയുടെ ഒരു ഭാഗമാണോ? അതിൽ മേരിയെ പല നാമത്തിലും നാം വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. നാം ജപമാല എന്ന് പറയുമ്പോൾ നമ്മുടെ പാരമ്പര്യമനുസരിച്ച്
ഒരു രഹസ്യം 50 നന്മ നിറഞ്ഞ മറിയമേയും 5 സ്വർഗസ്ഥനായ പിതാവും 5 പിതാവിനും പുത്രനുമാണ്. അതുവഴി ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ കടന്നു ചെന്നത് ക്രിസ്തു രഹസ്യത്തിലേക്കാണ്. ക്രിസ്തുവിൻ്റെ ജനനം, പരസ്യജീവിതം, മരണം, ഉത്ഥാനം. എന്നിട്ട് പിതാവിനും പുത്രനും നമ്മൾ സ്തുതി ചൊല്ലി ആ ഒരു രഹസ്യം തീർക്കുകയാണ്. പിന്നീടാണ് ഈ ജപമാലയോടൊപ്പം തന്നെ ലുത്തിനിയ, അപേക്ഷ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആവർത്തിച്ചുള്ള അപേക്ഷ, ലുത്തിനിയ. ഇത് സ്ഥിരമായി ചെല്ലുമായിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് ലുത്തിനിയായെ മാറ്റിവെക്കുന്നു. അത് ഇതിൽ അത്യാവശ്യമാണോ? ഇതിൻ്റെ ഒരു ഭാഗമാണോ? ശരിക്കും പറയുകയാണെങ്കിൽ ജപമാലയുടെ ഒരു ഭാഗം തന്നെയാണ് ലുത്തിനിയായും. കാരണം ഇവിടെ ക്രിസ്തു രഹസ്യത്തിലോട്ട് കടന്നു ചെല്ലുന്നതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ മനസ്സിലാക്കി അമ്മയോടുള്ളൊരു സ്നേഹപ്രകടനമാണ് ലുത്തിനിയ. ടീന ചോദിച്ചു, എന്തിന് ഒത്തിരി പേരുകൾ അതിനകത്തുണ്ടല്ലോ? സുവിശേഷത്തിൽ യേശുവിൻ്റെ അമ്മയ്ക്ക് ഒറ്റ പേരേ ഉള്ളൂ, മറിയം. എന്നാൽ ഇവിടെ 100 പേരുകൾ കാണുന്നു. അതിൻ്റെ കാരണം എന്താണ്? നാം കാണാറില്ലേ, ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം. എത്രമാത്രം അമ്മയ്ക്ക് കുഞ്ഞിനോട് സ്നേഹം കൂടുമോ അത്രമാത്രം പേരുകളിൽ ആ കുഞ്ഞിനെ വിളിക്കാറുണ്ട്. എൻ്റെ മുത്ത്, എൻ്റെ പൊന്നുമുത്ത്, എൻ്റെ അമ്പിളി, എൻ്റെ ബാവ, ഇല്ലേ? ഇതുപോലെ കുഞ്ഞിനും അമ്മയോട് സ്നേഹമുള്ളപ്പോൾ എൻ്റെ പൊന്നമ്മ, അമ്മയെ 100 പേരുകൾ വിളിച്ചാലും കുഞ്ഞിന് മതിയാകിയില്ല. സ്നേഹത്തിൻ്റെ ഒരടയാളമാണ് നമ്മൾ മറ്റുള്ളവരെ പുതിയ നാമത്തിൽ വിളിക്കുക. ഇനി മേരിക്ക് കൊടുത്തിരിക്കുന്ന പേരുകൾ എല്ലാത്തിനും അർത്ഥപൂർണമായ പേരാണ്. പഴയ നിയമത്തിലെ സാദൃശ്യങ്ങളെയും പുതിയ നിയമത്തിലെ സംഭവങ്ങളെയും മനുഷ്യ ജീവിതത്തിലെ വിശ്വാസ അനുഭവത്തെയും എടുത്തുകൊണ്ടുള്ള പേരുകളാണ്. ഇതും കാലഘട്ടത്തിലൂടെ കടന്നു വന്നതാണ്. അങ്ങനെ വന്ന് ഈ ലുത്തിനിയ ഉണ്ടായി. അതിനകത്തെ ഓരോ പ്രാർത്ഥനയ്ക്കും അതിൻ്റേതായ ചരിത്ര വസ്തുതകളുണ്ട്, അതിൻ്റേതായ ഒരു ആത്മീയ പശ്ചാത്തലമുണ്ട്. മേരിയെ ഏത് നാമം എടുത്ത് വിളിച്ചാലും ഇത് സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. അതുകൊണ്ട് ജപമാല അത് പൂർണ്ണമാകണമെങ്കിൽ ആ ലുത്തിനിയായും അത് സ്നേഹത്തോടെ അമ്മയെ വിളിക്കുകയാണ്. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല, നാം പ്രാർത്ഥിക്കാറുണ്ട്, പറയാറുണ്ട്. ഇവിടെ സമയത്തിൻ്റെ പ്രതിബന്ധം വരികയില്ല, റിപ്പറ്റീഷൻ അത് വരികയില്ല. കാരണം ഞാൻ വിളിക്കുന്നത് എൻ്റെ അമ്മയാണ്. ആ വിളിക്കുന്നതിന് വേദപുസ്തകത്തിലും സഭാ പാരമ്പര്യത്തിലും അടിസ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് പേര് ചൊല്ലി വിളിക്കുന്നത്. അവിടെ വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ കാണാറുണ്ട്, ഈ ജപമാലയ്ക്കും ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെല്ലുന്നു. പ്രത്യേകമായി സഭ അതേപ്പറ്റിയൊന്നും പറയുന്നില്ല. എങ്കിലും സഭയിൽ ഒരു പാരമ്പര്യമുണ്ട്, എപ്രകാരം റോസറി ജപമാല ജപിക്കണമെന്നത്. അത് അനുസരിക്കുകയാണ് ഏറ്റവും നല്ലത്. മറ്റേത് വ്യക്തിപരമായ പ്രാർത്ഥനയായിട്ട് മാറുകയാണ്. ഒരു സമൂഹത്തിൽ ചെല്ലുമ്പോൾ ആ സമൂഹത്തിൽ ആ ധ്യാനത്തിൻ്റെ സഭ തരുന്ന ആ ക്രമം അനുസരിച്ചായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോഴാണ് നമ്മുടെ ആ കൂട്ടായ്മയുടെ, യേശു പറയുന്ന ഒന്നിച്ചുള്ള പ്രാർത്ഥനയുടെ ഐക്യത്തിൻ്റെ പ്രാർത്ഥനയായിട്ട് വരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയുടെ സഹായവും മധ്യസ്ഥവും എന്നും നമ്മളോട് ഉണ്ടായിരിക്കട്ടെ. ജപമാലയുടെ മധ്യസ്ഥരായി നമുക്കും തീരാം. അങ്ങനെ ലോകത്ത് ജപമാലയിലൂടെ സമാധാനവും സന്തോഷവും കൈവരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.